ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ ദൈവവചന പഠനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക കാലയളവിൽ നാം ദൈവവചനത്തിന് മുമ്പിൽ എത്രയും സമയം ചെലവഴിക്കുന്നു അത്രയും സമയം നമുക്ക് അത് സന്തോഷകരവും വിടുതലുമായി തീരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആത്മീകമായി മരിച്ചവരെന്നുള്ള ആ വിഷയത്തെയാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഉറങ്ങുന്നവർ എന്നുള്ളതായ ഈ പ്രഭാഷണ പരമ്പരയിൽ നിന്നുകൊണ്ട് എൻ്റെ 8ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കുറിവാക്യമായി വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. റോമർ 13:11. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഇവിടെ ഗൗരവത്തോടെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ആത്മീകമായുള്ള ഉറക്കം. എപ്പോൾ ഉണരണം, എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അടുത്തതായി നാം ചിന്തിക്കുവാൻ തുടങ്ങിയത് 3-4 അപകടങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ അപകടം കർത്താവിനെ തള്ളിപ്പറയുന്ന അപകടം. രണ്ടാമത്തെ അപകടം ശത്രുവിൻ്റെ കരങ്ങളിൽ ആയുധമാക്കപ്പെടുന്ന അപകടം. മൂന്നാമത്തേത് ശത്രു നേരിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കുന്ന അപകടം. 4ാമത്തെ അപകടം എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ ഡെത്ത് അഥവാ ആത്മീക മരണം എന്ന വിഷയമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആത്മീക ഉറക്കം, ആത്മീക നിദ്ര അഥവാ ആത്മീകമായ മന്ദത, തളർച്ച, അത് വളരെയധികം അപകടകാരിയാണ്. നമ്മളെപ്പോൾ ആത്മീകമായിട്ട് ഉദാസീനതയിൽ പോകുന്നുവോ, അലസമാകുന്നുവോ, തളരുന്നുവോ, നാം ഉറങ്ങിപ്പോകുന്നുവോ, ദൈവിക കാര്യങ്ങളിൽ നാം അലസരായി പോകുന്നു എപ്പോഴാണോ ആ സമയത്ത് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതം അപകടത്തിലേക്ക് കാലുകുത്തുകയാണ്. അതുകൊണ്ട് നാം ഉണർന്നിരിക്കുകയാണോ ഉറങ്ങുകയാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ദാവീദ് 13-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. സാംസ് 13:3. എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, എന്നോട് ഉത്തരമരുളണമേ, കടാക്ഷിക്കണമേ. എൻ്റെ ആവശ്യം എന്താ? എൻ്റെ ആവശ്യം ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കണം. അതിനായി എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. എന്താ വാസ്തവത്തിൽ കർത്താവദാസനായ ദാവീദ് ആഗ്രഹിച്ചത്? ദൈവമേ, എന്നെ ഒന്ന് ഉണർത്തണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, എന്നെ റിവൈവ് ചെയ്യണമേ, എന്നെ പുനർജീവിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കുറച്ച് തീ കോരിയിട്ട് അതൊന്ന് കത്തിക്കണമേ. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും. ഏതുറക്കം ഉറങ്ങിപ്പോകും? എന്നേക്കും ഉറങ്ങുന്ന ആ മരണനിദ്ര എന്ന് വെച്ചാൽ ആത്മീകമായി മരണപ്പെട്ട് കിടക്കുന്ന, ഒരിക്കലും ജീവിക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടും എന്ന് ദാവീദ് പറയുന്നു. നാം വാസ്തവത്തിൽ ഉണരാതിരുന്നാൽ, നാം ഉറങ്ങിയിരുന്നാൽ, നാം ആത്മീകമായി തളർന്നിരുന്നാൽ നാം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അഥവാ നമ്മുടെ ആത്മീക ജീവിതം റിസ്കിലാണ്. നമ്മുടെ ആത്മീക ജീവിതം അത് വല്ലാത്ത ഒരു അപകടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സമയമാണ് നമ്മുടെ തളർച്ച എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്തോടടുക്കുന്ന സമയങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബൈബിള് നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ ചൂണ്ടിക്കാണിച്ച് ഇന്നത്തെ ഈ വചന സന്ദേശം അവസാനിപ്പിക്കണം ഞാൻ കർത്താവിൽ ശരണപ്പെടുക. ഒന്നാമത് ഇതുകൊണ്ടുണ്ടാകുന്ന അപകടമെന്ന് പറയുന്നത് ഹോഷ്ക്ക് നിമിത്തം നമ്മുടെ വിശ്വാസം ത്യജിക്കുവാനിടയാകും. കള്ളത്തരം, തെറ്റായ ഉപദേശം കടന്നു വരുന്ന നിമിത്തം അത് കേട്ട് നാം വിശ്വസിച്ച് നമ്മുടെ വിശ്വാസം ത്യജിക്കുവാൻ ഇടയായിത്തീരും. 1 തിമോത്തി ചാപ്റ്റർ 4:1 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ
വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇത് അന്ത്യകാലത്ത് നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ അവസാന നാളുകളിൽ നടക്കുവാൻ പോകുന്ന സംഭവം, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ആത്മീകമായി ഉണർന്നിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആത്മീകമായി ഒരു കാലത്ത് ഒരു സമയത്ത് ആക്റ്റീവായിട്ട് വളരെ ചൈതന്യത്തോടെ ഊർജ്ജസ്വലതയോടെ ചുറുചുറുക്കോടെ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിയ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. അവർ ചർച്ചിൽ പോകുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, കൂട്ടായ്മ ആചരിക്കുന്നവരാണ്, ഒരു റെഗുലറായിട്ട് വർഷിപ്പ് ചെയ്യുന്നവരാണ്. ഇതെല്ലാം ശരിയാ. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. എങ്ങനെ അബദ്ധം? വിശ്വാസത്തെ ത്യജിക്കുന്ന അബദ്ധം. ആമേൻ. They are likely to abandon their true faith because they are sleeping, because they are not active, because they are not alert. അലർട്ടായി ആക്റ്റീവായി നാം ഉണർന്നിരുന്നില്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടും. അതിന് മറുപടി, അതിന് പകരമായി മറ്റ് കേൾക്കാൻ രസമുള്ളതും ഇമ്പമുള്ളതും കർണരസമുള്ളതും പൊടിപ്പും തൊങ്ങലുമൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളതായ താല്പര്യം വർദ്ധിക്കും. ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാതെ മറ്റു പല കാര്യങ്ങളിൽ കൂടുതൽ ഉത്സുകരായി അത് താല്പര്യത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവർ ആത്മീകമായിട്ട് ഉറക്കത്തിലേക്ക്, നിദ്രയിലേക്ക് വീണുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവർ ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്. പക്ഷേ താമസിയാതെ തന്നെ അവർ വഞ്ചിക്കപ്പെടും, താമസിയാതെ തന്നെ അവർ ചതിക്കപ്പെടും. ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. നമുക്കറിയാവുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, ദൈവത്തോട് വളരെയധികം അടുത്തവർ, വളരെയധികം വെളിപ്പാടുകളും ദർശനങ്ങളും ദൈവസഭയ്ക്കും മറ്റുള്ളവർക്കുമായി അനേക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവർ, വഴി നടത്തിയവർ, വഴി കാണിച്ചു കൊടുത്തവർ ഇന്ന് ആ വഴിയിലില്ല. അവരിൽ നിന്ന് മറ്റു വഴികളിലേക്ക് പോയിരിക്കുന്നു. അവർ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് പോയിരിക്കുന്നു. അവിടെ വിശ്വാസം ത്യജിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്ന് സങ്കടത്തോടെ മാത്രമേ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ. ഇന്ന് അനേക ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേക ആളുകൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് ഈ മുന്നറിയിപ്പ് തരുന്നത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 2 Corinthians chapter 11 verse 3. ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞ വിശ്വാസം ത്യജിച്ചു കളയുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവർ, ദുരുപദേശം കേട്ട് വഞ്ചിക്കപ്പെട്ടു പോകുന്നവർ. രണ്ടാമത്തെ കൂട്ടർ തങ്ങൾക്കുണ്ടായിരുന്ന ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നവർ. ആമേൻ. 3-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, 2 കൊരിന്ത്യർ 11-ന്റെ: എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? 4-ാം വാക്യം: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല അതൊക്കെ കേൾക്കുമ്പോൾ. അത് ശരിയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് ഹവ്വ വഞ്ചിക്കപ്പെട്ടത്? ദൈവവചനത്തിന് ചെവി കൊടുത്തില്ല, ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ്, ദൈവം പറഞ്ഞതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ആദിമ മാതാപിതാക്കളായ ആദമും ഹവ്വയും പാപത്തിൽ വീണുപോയി. ദൈവം പറഞ്ഞതിനേക്കാൾ കൂട്ടുകാർ പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, ലോകം പറഞ്ഞത്, പ്രായമുള്ളവർ പറഞ്ഞത്, പിശാച് പറഞ്ഞത്, ഇതൊക്കെ ഏറ്റെടുക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാം.
ദൈവം പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ലോകത്തിലെ ആരുമായിക്കൊള്ളട്ടെ നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ പാതയിലല്ല എന്നുള്ളതാണ്. നാം ആത്മീക മന്ദതയിലേക്കും ആത്മീക ഉദാസീനതയിലേക്കും ആലസ്യത്തിലേക്കും ഒക്കെ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. ആമേൻ. ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങളെ ഒരിക്കലും മറന്നു പോകരുത്. അതിനർഹിക്കുന്ന വില കൊടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മളോട് കർത്താവ് പറയുന്നത്. ഒരുപക്ഷെ ദൈവവചനത്തോടു കൂടെ തന്നെ അതുപോലെ തന്നെ ആകർഷകമായ അല്ലെങ്കിൽ അതിനേക്കാൾ ആകർഷകമായ രീതിയിലായിരിക്കും പിശാച് നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അത് തെറ്റല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവവചനമുണ്ട്, അത് ശരിയാണ്, ഇത് ശരിയാണ്, രണ്ടും ശരിയാണെന്ന് സമർത്ഥിക്കത്തക്ക രീതിയിൽ പിശാച് വളരെ തന്ത്രപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആമേൻ, ഹൗവ പറഞ്ഞതുപോലെ, ഹൗവ എന്താ പറഞ്ഞത്? ഞാൻ ഈ പഴം ഒന്ന് തിന്നു നോക്കട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. മേ ബി ഐ കൻ ജസ്റ്റ് ട്രൈ ദിസ്. കാരണം പിശാച് പറഞ്ഞ് ശരിയാണെങ്കിൽ, കണ്ണു തുറക്കുമെങ്കിൽ, ദൈവത്തെ പോലെ ആകുമെങ്കിൽ, എല്ലാം അറിയാൻ സാധിക്കുമെങ്കിൽ ഇതൊന്ന് തിന്നത് കൊണ്ട് എന്താ കുഴപ്പം? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ് നമ്മെ അപകടത്തിലാക്കുന്നത്. തിന്നാൽ കുഴപ്പമില്ല അതോ കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല വിഷയം. ദൈവം എന്തു പറഞ്ഞു അതാണ് ഇവിടെ വിഷയം. വചനം എന്തു പറയുന്നു, പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഇതിനപ്പുറം മറ്റൊരു കാര്യം നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല. ആമേൻ. അത് പരീക്ഷിച്ച് നോക്കൂറ്റ് നല്ലതാണെങ്കിൽ എടുക്കാം, ചീത്തയാണെങ്കിൽ എടുക്കണ്ട എന്നുള്ളതല്ല വിഷയം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ ബലഹീനത ദൈവം അറിയുന്നല്ലോ, നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിലെ നമ്മുടെ ഈ സാഹചര്യത്തെ ദൈവം മനസ്സിലാക്കുന്നല്ലോ, അതുകൊണ്ട് ദൈവം ക്ഷമിച്ചോളും. എല്ലാ ദിവസവും ബൈബിൾ വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? എല്ലാ ദിവസവും പാട്ടുപാടി ആരാധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? രാവിലെ നടത്തേണ്ട, വൈകിട്ട് മാത്രം നടത്തിയാൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നമ്മെ അകറ്റുവാൻ, ആത്മീക നിദ്രയിലേക്ക്, അവസാനം ആത്മീക മരണത്തിലേക്ക് നമ്മെ തള്ളിക്കൊണ്ടു പോകുവാൻ പിശാച് കൊണ്ടിരുന്ന ഓരോ തന്ത്രങ്ങളും നാം മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. ഇന്ന് അനേക വിശ്വാസികളും ആത്മീയമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ആത്മീകമായി ആക്റ്റീവായിരിക്കേണ്ട, ഉണർന്നിരിക്കേണ്ട, ചൈതന്യത്തോടെ ആയിരിക്കേണ്ട നമ്മിൽ പലരും ഇന്ന് ആത്മീകമായ നിദ്രാവസ്ഥയിലാണ്. ഹല്ലേലൂയ. പക്ഷേ എല്ലാ കാര്യത്തിലും ആണെന്ന് ചോദിച്ചാൽ അല്ല, ദൈവിക കാര്യങ്ങളിൽ മാത്രം അവർ നിദ്രാവസ്ഥയിലാണ്, തളർച്ചയിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ അവർ വളരെ ജാഗരൂകരാണ്. ലോകകാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ വളരെ അലേർട്ടാണ് അവർ. എന്നാൽ കർത്താവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അവർ കുറച്ച് പുറമോട്ട് പോകും. ആമേൻ. അതാണല്ലോ റോമാലേഖനം 13 അധ്യായത്തിൽ നമ്മൾ വായിച്ച കുറിവാക്യം. സമയം വളരെ അടുത്തിരിക്കുക. നാം രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ സമയം വളരെ അടുത്തിരിക്കുക. അതുകൊണ്ട് നാം വളരെ ഊർജ്ജസ്വലരായി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുക. നാം ചർച്ചിൻ്റെ ഭാഗമായിരിക്കാം, വലിയൊരു കൂട്ടായ്മയിലെ മെമ്പറായിരിക്കാം, നമുക്ക് ദൈവവചനം അറിയാമായിരിക്കാം, നമുക്ക് വളരെയധികം കർത്താവിനെ സേവിപ്പാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നാം പരിശോധിച്ച് നോക്കണം. ഹല്ലേലൂയ. അഥവാ നാം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, അഥവാ നാം ആലസ്യത്തിലാണെങ്കിൽ, അഥവാ നാം മയക്കത്തിലാണെങ്കിൽ, നാം എണീറ്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം രക്ഷ നമുക്ക് വളരെ അടുത്തിരിക്കുന്നു. രക്ഷ എന്ന് പറയുമ്പോൾ രക്ഷയുടെ പൂർത്തീകരണം. ആമേൻ. അപ്പോൾ ഒന്നാമത്, ഈ ആളുകൾ
നമ്മൾ കണ്ടത് വിശ്വാസം ത്യജിക്കുന്നവരാണ്. തെറ്റായ ഉപദേശങ്ങൾ, ഭോഷ്ക്, കള്ളത്തരങ്ങൾ വിശ്വസിച്ചു. രണ്ടാമത് ഏകാഗ്ര നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നവർ, പിശാചിനാൽ വഞ്ചിക്കപ്പെടുന്നവർ, പിശാച് പറഞ്ഞ തെറ്റ് ശരിയെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തവർ. ദൈവം പറഞ്ഞത് ശരിയാണ്, പിശാച് പറഞ്ഞത് ശരിയാണ്. ദൈവം പറഞ്ഞ തെറ്റാണെന്ന് പിശാച് ഒരിക്കലും പറയത്തില്ല. ദൈവം ഇങ്ങനെയും പറഞ്ഞല്ലോ, ഇതും ശരിയല്ലേ, അതും ശരിയല്ലേ, ഓക്കെ, ദൈവം പറഞ്ഞത് ശരിയാണ്, പിശാച് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പിന്നെ രണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എന്താ? ഹല്ലേലൂയ. മൂന്നാമത്തെ കൂട്ടര് കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നവർ. ഹല്ലേലൂയ. സഭായോഗങ്ങളും കൂട്ടായ്മകളും ഒക്കെ നഷ്ടപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അതിൽ പോകാതിരിപ്പാൻ, ഇന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ആഴ്ച പോകാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 24, ഹീബ്രൂസ് 10:24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. രക്ഷ പൂർത്തിയാകാനുള്ള നാൾ, കർത്താവിൻ്റെ വരവിനായിട്ടുള്ള നാൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള നാളുകൾ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞ് എത്രയും കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എത്രയും കൂടുതൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യം കാണിക്കാൻ പറ്റുമോ, അത്രയും താല്പര്യം കാണിച്ചത് മുമ്പോട്ട് പോകും. ദൈവവചന പഠനം, ദൈവവചന ധ്യാനം, ബൈബിൾ സ്റ്റഡീസ്, മറ്റ് മീറ്റിങ്ങുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ഇതൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകട്ടെ. നാം ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ പ്രേരണ ഉണ്ടായി എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലേക്ക് തിരികെ പോകുക എന്നുള്ളത്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം പിന്നെ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോകാനിടയാകരുത്. പിന്നെ നാം അന്ധകാരത്തിലേക്ക് വഴുതി വീഴുവാനിടയാകരുത്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ഒരുപാട് സൗകര്യങ്ങളെല്ലാം കൊടുത്ത് അനേക വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ മുമ്പിൽ കാണിപ്പിച്ച് അവരെ മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ പല പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ഏറ്റവും നല്ല അനുഭവത്തിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും അവർ പറയുന്നത്, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അതേ പ്രിയരെ, നാം ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് കൊണ്ടുവന്നതാ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു വാസന ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ചിലപ്പോഴൊക്കെ സമയമാകുമ്പോൾ പത്തി വിടർത്തി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടന്നു വരും. ആമേൻ. അതിലേക്ക് മടങ്ങിപ്പോകാൻ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാര് മീൻ പിടിക്കാനായിട്ട് മടങ്ങിപ്പോയതുപോലെ, ഹല്ലേലൂയ, ഈ അന്ധകാര പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൻ്റെ സത്യം അനുസരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ സഭായോഗങ്ങളും കൂട്ടായ്മകളും അലസമായി വിചാരിക്കല്ല, ഉപേക്ഷയായി വിചാരിക്കൽ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, റെവല്യൂഷൻ 3:1-2, സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകും. ഉണർന്നുകൊള്ളുക, ചാവാതെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആമേൻ. ഉണരുക, ചാവാതെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടാണ് പ്രിയപ്പെട്ടവർ. ആമേൻ. എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച്, പൊത്തുപരുത്ത ജീവിതം നയിച്ച്, എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത്, കോംപ്രമൈസ് ചെയ്ത്, അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനല്ല. ദൈവവചനപ്രകാരം, വ്യവസ്ഥ പ്രകാരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് ജീവിക്കാനാണ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. ആമേൻ. നാം പകലിനുള്ളവരാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നതിന് രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല.
ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായി ഇരിക്കും. ഹല്ലേലൂയ. നാം ഉണർന്നിരിക്കാനാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവവചനം പറയുന്നത് ആത്മീകമായി ഉറങ്ങുന്നവർ മരിച്ചവരാണെന്നാണ്. അവർ മരിച്ചിരിക്കുന്ന പോലെയാ. ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണരുക. എവിടെ നിന്ന്? നിങ്ങൾ എഴുന്നേൽക്കുക. മരിച്ചവിടെ ഇരുന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് നമ്മൾ കാണുന്നു. ഉണർന്ന് കാത്തിരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുക. നമ്മുടെ വിളക്ക് എങ്ങനെയാണ് പ്രിയരെ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്? ആവശ്യത്തിന് എണ്ണ നമ്മുടെ വിളക്കുകളിലുണ്ടോ? നാം എണ്ണ കരുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഉറങ്ങുമ്പോൾ നമ്മുടെ വിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഉറങ്ങുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായിത്തീരും. ജാഗരൂകരായിരിക്കാനുള്ളതായ നമ്മുടെ കപ്പാസിറ്റി നഷ്ടപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുമ്പോട്ട് നടത്തപ്പെടുന്നവരായി നാം മാറട്ടെ പ്രിയരെ. ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നവരായി മാറട്ടെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുമായി ഒരു നല്ല ബന്ധം നമുക്ക് ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയും. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കും. അതേ പ്രിയരെ, നാളും നാഴികയും നമുക്കറിയത്തില്ല. എപ്പോഴാണ് എന്താണെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ഉണർന്നിരുന്നാൽ നമുക്കത് മനസ്സിലാകുവാൻ സാധ്യമായി. നമുക്ക് ഉണർന്നിരിക്കാം. നാം ഉറങ്ങുന്നവരല്ല, മറിച്ച് ഉണർന്നിരിക്കുന്നവരാകട്ടെ. ആത്മീകമായി മന്ദതയും അലസതയും ആലസ്യവും ഒക്കെ മാറ്റി നാം ജാഗരൂകരായി ഊർജ്ജസ്വലരായി കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്നവരായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദൈവവചനം വളരെ ശക്തമായിട്ട് അനുശാസിക്കുന്ന കാര്യം ഇതാണ്: ഉണരുക. ആമേൻ. ഉണരുക. ഉണർന്നില്ല എങ്കിൽ അത് വലിയ അപകടമാണെന്ന് ദൈവവചനത്തിൽ പല സ്ഥലത്ത് നമുക്ക് മുന്നറിയിപ്പ് തരും. ശിംശോനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കമ്മിറ്റഡ് ആയിരിക്കുന്ന, സമർപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ജഡ്ജസിന്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. 4-ാം വാക്യം: അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള സ്ത്രീയെ സ്നേഹിച്ചു. ആ സ്ത്രീയുടെ വാക്കിൽ ശിംശോൻ ഉറങ്ങിപ്പോയി. അവളുടെ ആ ഇൻഫ്ലുവൻസിൽ ശിംശോൻ വീണുപോയി. അങ്ങനെ പലതവണ സംഭവിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിൻ്റെ പ്രശസ്തനാകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യൻ പോലെയാകും എന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അറിയിച്ചു എന്ന് അവളുടെ ആളുകളെ അറിയിച്ചു. ആമേൻ. വളരെ ദാരുണമായിട്ടാണ് ശിംശോൻ വീണുപോയത്, ഉറങ്ങിപ്പോയത്. ആത്മീകമായി ഉണർന്നിരിക്കേണ്ട ശിംശോൻ. ആമേൻ. ദൈവം കൊടുത്ത ശക്തിയും ദൈവം കൊടുത്ത ബലവും ദൈവം നൽകിയ അഭിഷേകവും ഒക്കെ തക്ക സമയത്ത് ഉപയോഗിപ്പാൻ കഴിയാതെ നഷ്ടപ്പെട്ട് വളരെയധികം ശോചനീയമായ അവസ്ഥയിലായിത്തീർന്നതിൻ്റെ കാരണം ആത്മീകമായിട്ട് ഉണങ്ങിപ്പോയത് കൊണ്ടാണ്. പിന്നെ അവനോട് ഫെലിസ്തീന്, ശിംശോനെ ഫെലിസ്തൃത വരുന്നു, 20-ാം വാക്യം എന്ന് പറഞ്ഞ് ഉടനെ അവൻ ഉറക്കമുണർന്നിട്ട്, യഹോവ എന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലതുപോലെ കുടം ചൊഴിഞ്ഞു കളയാം എന്ന് വിചാരിച്ചു. ഫെലിസ്തരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പിടിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ.
ആത്മിക നിദ്ര നമ്മെ അവസാനം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക്, ആത്മീകമായ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഈ രാത്രി ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം, നമ്മെ തന്നെ പരിശോധിക്കാം. നാം ജാഗരൂകരാണോ? ദൈവവചനം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരും ആരാധനയ്ക്ക് താല്പര്യമുള്ളവരും കർത്താവുമായി വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നവരും ഒക്കെയാണോ? അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടെടുക്കാം. നമുക്ക് ഈ രാത്രി നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് അതിനായിട്ട് ഒരുക്കാം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.